നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ അഡീഷണൽ ആയിട്ടൊരു ആക്സസറീസ് ഫിറ്റ് ചെയ്യണം. അതായത് ജെനുവിൻ ഒരു ആക്സസറീസ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ വാറണ്ടിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമോ ഇതിലെന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ? നല്ലൊരു ചോദ്യമാണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് അക്ഷയ് MS ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: MGP ZXi MGP എന്ന് ഉദ്ദേശിക്കുന്നത് മാരുതി ജെനുവിൻ പാർട്സ് ZXi സ്റ്റിയറിംഗ് വീല് പുറത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിയറിംഗ് വീല് അപ്ഗ്രേഡ് ചെയ്താൽ തെറ്റുണ്ടോ? ആക്സിഡൻ്റ് ഉണ്ടായാൽ ക്ലെയിം രജിസ്റ്റർ ആകുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് സ്റ്റിയറിംഗ് വീല് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല കാര്യമാണ്. MGPയുടെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം MGPയുടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കോണ്ടാക്റ്റ് കോയിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സ്റ്റിയറിംഗ് വീൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി കോണ്ടാക്റ്റ് കോയിലിൽ നിന്ന് നമ്മുടെ സ്റ്റീരിയോയിലോട്ടൊക്കെ ഉള്ള ലൈൻ അതും റീപ്ലേസ് ചെയ്യേണ്ടി വരും. ZXi എന്ന് പറഞ്ഞു, നമ്മുടെ ഇരിക്കുന്ന VXi ആണോ LXi ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏത് വർഷത്തെ വാഹനമാണെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LXi വാഹനത്തിൽ എയർ ബാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് എയർ ബാഗിൻ്റെ ലൈൻ വന്ന് കിടപ്പുണ്ട്. കോണ്ടാക്റ്റ് കോയിലോട്ട് വരുന്ന 2 ലൈൻസ് മാത്രം നമുക്ക് അഡീഷണൽ എടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ ക്ലെയിമിന് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നിങ്ങളുടെ വാഹനം ഇടിച്ചു, സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ എയർ ബാഗ് പുറത്തോട്ട് വന്നു. അങ്ങനെ എയർ ബാഗ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു എയർ ബാഗിന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല. കാരണം LXi സ്റ്റിയറിംഗ് വീലിൻ്റെ എയർ ബാഗാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. പക്ഷേ അത് മാറ്റി നിങ്ങളൊരു ZXi ആക്കിയതിന് ശേഷം ആ ഒരു എയർ ബാഗ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്ലെയിമിൽ കിട്ടുന്നതായിരിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് വേറെ വയർ കട്ടിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ കപ്ലർ ടു കപ്ലർ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു LXi വാഹനത്തിന് എന്തെങ്കിലും, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, വളരെ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VXi സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ZXi സ്വിഫ്റ്റ് ആണെന്ന് വെച്ചോളൂ. ZXi സ്വിഫ്റ്റിൽ നിങ്ങളൊരു ZXi പ്ലസ് സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തു. വയർ കട്ടിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ വയറിംഗ് കിറ്റ് മേടിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ ആരും തയ്യാറാകാനുള്ള ചാൻസസ് കുറവാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, ഏറ്റവും നല്ലൊരു ഇതാണ്. പക്ഷേ എന്നാലും ആ ഒരു വാഹനത്തിന് ഒരു ഫ്രണ്ട് ഹിറ്റ് ഉണ്ടായി, ഫ്രണ്ടിൽ നല്ലൊരു ഇടി കിട്ടി, 2 ഹെഡ്ലൈറ്റും പൊട്ടിപ്പോയി. ഈ 2 ഹെഡ്ലൈറ്റിനും ക്ലെയിം കിട്ടത്തില്ല. ഒരു കാരണവശാലും അത് ക്ലെയിമിൽ പാസ്സാകുന്നതായിരിക്കത്തില്ല. ഹെഡ്ലൈറ്റ് പാസ്സാകും, പക്ഷേ ഏതാണ് പാസ്സാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റ് മാത്രം പാസ്സാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ ഈ കോണ്ടാക്റ്റ് കോയിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന ഒരു MGP അല്ലെങ്കിൽ മാരുതിയുടെ ജെനുവിൻ പാർട്സ് അല്ല, ഒരു ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ട് ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഒരു ഡെത്തോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇൻഷുറൻസ് ക്ലെയിം പോലും കിട്ടുന്നതായിരിക്കത്തില്ല. അതായത് വാഹനത്തിൻ്റെ ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് ആക്സിഡൻറ്റ് കിട്ടുന്നുണ്ട്. ആക്സിഡൻറ്റ് ഡെത്ത് പോളിസി അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലും മരണമോ വല്ലതൊക്കെ സംഭവിച്ചാൽ പോലും ഒരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു പേയ്മെൻറ്റ് പോലും നമുക്ക് കിട്ടത്തില്ല ആഫ്റ്റർ മാർക്കറ്റാണ് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പം നമ്മൾ എപ്പോഴും ഒരു ആഫ്റ്റർ മാർക്കറ്റ് പിടിപ്പിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്.